ഓരോ അപ്ഡേഷൻസിനായി വെയിറ്റ് ചെയ്യുക. ഈ ഉണ്ട മുളകാണ് ഒരു എരിവുള്ള ഉണ്ട മുളക്. ഈ ഉണ്ട മുളക് അങ്ങോട്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേക്കിനെ പട്ടയത്തിൽ സൗണ്ട് കണ്ണെറിയാൻ സൂക്ഷിക്കണം. കണ്ണെറിയാ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ തേജ ബോയ്സ് ആൻഡ് ഫാമിലി. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ചെടി വിത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. കുരുമുളകല്ല ഉണ്ടമുളക്. അപ്പോൾ അതിൻ്റെ വിത്തൊക്കെ നമ്മൾ ഉണക്കി നല്ല ഇതാക്കി നമ്മൾ ഒരു കുഞ്ഞു ചെടിച്ചട്ടിയിൽ ഇങ്ങനെ പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ച് നമുക്ക് മാറ്റി നടണം. അപ്പം നമുക്ക് കണ്ടാലോ? അത് ചെയ്യാനെ കൊണ്ട് ഒരാളെ ഞാൻ ഏർപ്പാടാക്കി, പക്ഷെ ആൾ ഇവിടെ എങ്ങും കാണുന്നില്ല. പോയി നോക്കാം. ഇവിടെ ഇരിപ്പുണ്ട്. എന്താ വാ ഇവിടെ ഇരുന്നോണ്ട് പരിപാടി? എന്താ പരിപാടി? ഓഹോ, ഉറപ്പായിട്ടും കിട്ടും അല്ലേ? ഞാനേ ഫുള്ള് ഇങ്ങനെ കൃഷി പരിപാടിയിലോട്ട് ഇറങ്ങിയാലെന്ന് ആലോചിക്കും. ആകെപ്പാടാണ്ട് ഇത്രയും മുളക് തൈയുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ കർഷകശ്രീ അവാർഡ് നേടാൻ പോണേ അല്ലേ? അതെ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാലേ, ഈ ഇരിക്കുന്ന ഈ മുളക് തൈകളില്ലേ, ഇതിൽ നിന്ന് മാറ്റി സെപ്പറേറ്റ് ആക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കിളുക്കൂല. ഒളിഞ്ഞു നിൽക്കുന്നത് അപ്പൊ കിളക്കാനെ കൊണ്ട് ആളായി. അപ്പം അതാണ് പരിപാടി. ഈ തൈകളെല്ലാം മാറ്റിയിട്ട് സെപ്പറേറ്റ് വേറെ നടണം. അപ്പോൾ നമ്മളിത് നല്ല പൈസ ചെലവില്ലാണ്ടാണ് പരിപാടികൾ ചെയ്യണത്. ഈ ഇത് ഉപയോഗിച്ച് പഴയ ഒരു കൂടെയാണ്. അപ്പോൾ ഈ കൂടക്കകത്ത് മണ്ണ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇത് കാണണം. ഇത് ഞാൻ നട്ട തക്കാളിയാണ്. ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഇത് കിളുക്കുമെന്ന്. കാരണം വീട്ടിൽ നിന്ന് തക്കാളി മുറിച്ച് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഇതിനി കായ്ക്കൂല്ലോ നമുക്ക് കണ്ടറിയാം. ഗൈസ്, ഇത് നമ്മളിപ്പം ഇത് വീടിൻ്റെ ടെറസാണ് കേട്ടോ. അപ്പം ഈ ടെറസ് ഇത്രയും പോട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ട്. ഒരു വൈഡ് ഏരിയ. ഇവിടെ ഫുള്ള് നമുക്ക് എന്താണ് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യണത്. അതിന്റെ സ്റ്റാർട്ടിങ് ആണ് ഈ മുളക് തൈ. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോ അടുത്ത വേറെ വീഡിയോ പറഞ്ഞോണ്ട് വേറെ വിത്തുകൾ നമ്മൾ സെറ്റ്. ഇതിന്റെ വളർച്ചകളൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോ വീഡിയോസ് ആയിട്ടൊക്കെ ഇടാം. നിങ്ങളെല്ലാരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയുള്ളത് ഏതാണ്? ഇനി വെണ്ടയ്ക്കയുടേതുണ്ട്, ചീരയുണ്ട്, വെള്ളരിക്കയുണ്ട്, അങ്ങനെ കുറെ പയറുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ ഓരോ പരിപാടികൾ സെറ്റ് ചെയ്യും. പക്ഷെ നടുമ്പോഴത്തേക്കിനും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കിവിടെ അവിടെ തെങ്ങ് നിൽക്കുന്നു. ഈ 3 സൈഡിലും തെങ്ങുണ്ട്. അപ്പൊ തേങ്ങ ഇടാൻ വരുമ്പോഴത്തേക്കിനും പറിച്ച് ഓലയെല്ലാം ഇടുന്നത് നമ്മൾ നട്ടൊക്കെ തന്നെ ഉണ്ട്. അയ്യോ, പറയാ എളുപ്പോ. അപ്പൊ നമുക്ക് നടാം. ഇത് കണ്ടോ ഗായ്സ്? ഇത് ഞാൻ നട്ട കപ്പയാണ്. കപ്പ മരിച്ചീനി. പക്ഷെ മരിച്ചീനി നട്ട തടവാണിത്. ഞാൻ ഒരു ചാക്കിനകത്ത് മണ്ണെടുത്ത് അങ്ങനെ നട്ട്. പക്ഷെ ഇത് കിളുക്കുവോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. തക്കാളിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അത് കിളുത്തു. എനിക്കൊരു 1 കിലോ വരുന്ന രീതിയിലൊരു കുറച്ച് മരിച്ചീനി കിട്ടുകയും ചെയ്തു. നമ്മളത് പുഴുങ്ങി തിന്നുകയും ചെയ്തു. അപ്പം നമുക്ക് പോയി മണ്ണൊക്കെ വെട്ടിയെടുക്കാം അല്ലേ? ബുക്ക മണ്ണൊക്കെ വെട്ടാൻ പോകുന്നതിൻ്റെ ഡ്രസ്സാണ്, ജീൻസും ടോപ്പും. അപ്പം നമ്മൾ മണ്ണെടുക്കാൻ ഉദ്ദേശിക്കുന്നത് താഴെ നിന്നാണ് കേട്ടോ. ഇവിടെ മൊത്തം വെള്ളമൊക്കെ കയറുന്നതുകൊണ്ട് ഫുള്ള് ചേറ് മണ്ണാണ്. അതുകൊണ്ട് എത്രത്തോളം നല്ലപോലെ കിളുക്കും അങ്ങനൊന്നും അറിയത്തില്ല. അതുമല്ല നമുക്ക് ഇങ്ങോട്ടൊന്നും നടാനെ കൊണ്ടുള്ള സൗകര്യവും ഇല്ല. മൊത്തം മരങ്ങളൊക്കെ നിന്ന് ചൂടലായതുകൊണ്ട് ഒന്നും അങ്ങോട്ട് വളരത്തുമില്ല. അമ്മേൻ്റെ കാല് ഇങ്ങനെ വെട്ടിയാൽ കൊള്ളാം. നമ്മളിങ്ങനെയല്ല ചെയ്യുന്നത്. കുറച്ച് മണ്ണൊക്കെ നമ്മൾ കോരി മാറ്റി വെച്ച് നമുക്കതൊന്ന് മണ്ണിലെ അഴുക്കും വലിയ കല്ലും പ്ലാസ്റ്റിക്കൊക്കെ കിടക്കണം. അതെല്ലാം നമ്മൾ കളഞ്ഞ് താണ്ടി മണ്ണിര കിടക്കുന്ന
അതെല്ലാം എടുത്ത് നല്ല വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് മണ്ണിടാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് അങ്ങനെ ചെയ്യാനെ കൊണ്ടൊരു എതവില്ല. ഇത് നമുക്ക് ചൂണ്ടയിടാനൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ നമ്മൾ ചൂണ്ടയിടാറുണ്ട്. ഇത് നമ്മൾ ഇത്രയും മണ്ണെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൊണ്ടുപോയി അതിനകത്തെ കല്ലും പിന്നെ അല്ലാത്ത തടിക്കഷ്ണങ്ങളും അങ്ങനെ ചില്ലറ ഏതാണ്ടൊക്കെ ഉണ്ട്. അതെല്ലാം മാറ്റി നല്ലതുപോലെ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. അല്ലേ? എടുത്തോ. അപ്പം ഞാനിവിടെ പിടിക്കണോ? അപ്പോൾ ഗായ്സ്, അയ്യോ, നമ്മൾ ദാണ്ട ഇത്രയും മണ്ണ് താഴേന്ന് മുകളിൽ കയറ്റി. പിന്നെ അതിനകത്തെ പ്ലാസ്റ്റിക്കും പിന്നെ വലിയ വലിയ കട്ടയും കല്ലും എല്ലാം നമുക്ക് പറയിക്കളയാം. എന്നിട്ട് നമുക്ക് മണ്ണ് എന്താ പ്ലാസ്റ്റിക് കൂടക്കകത്താക്കാം. അയ്യോ, അണയ്ക്കുന്നു, ശ്വാസം കിട്ടണില്ല. നമ്മളിതാ മണ്ണിനകത്തെ അത്യാവശ്യം കല്ലും പ്ലാസ്റ്റിക്കും അങ്ങനത്തെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് നമുക്ക് കുറേശ്ശെ ഇതിനകത്ത് എത്ര നടാൻ പറ്റും? ഇതിനകത്തൊരു 4-5 എണ്ണം നടാം. നമ്മൾ ഇതാ ഇതിനകത്ത് അത്യാവശ്യം മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഒരു ഓരോന്ന് വെച്ച് ഈ 2 എണ്ണം വെച്ച് നടാം. 2 എണ്ണം വെച്ച് 4 എണ്ണം ഇതിനകത്ത് നടാമെന്നാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവാർഡ് വാങ്ങാനിരിക്കുന്ന ആളെങ്ങനെയാണെന്ന് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. നോക്കാം. ഇതെന്താ സംഭവം? ഇത് കരിയിൽ നിറയാതെ നമുക്ക് പാതി മണ്ണ് നിറച്ച് അതാണ് വെച്ചിട്ട് കരിയിലൊക്കെ പറയും. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിനകത്ത് ഒരു 5 എണ്ണം നട്ട് വെച്ചിട്ടുണ്ട്. 5 എണ്ണം 2 എണ്ണം വീതമാണ് നട്ട് വെച്ചിട്ടുണ്ട്. കിളിക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 5 എണ്ണം അതിൽ നട്ടിട്ടുണ്ട്. അപ്പോഴത്തേന് ഭയങ്കര ആ സമയത്ത് നമ്മൾ ഇവിടെ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി താഴെ പോയി കുറച്ച് മണ്ണും കൂടെ എടുത്ത് 2 ചാക്കിനകത്ത് നിറച്ചിട്ടുണ്ട്. ഇതിനകത്തൂടെ നമുക്ക് ഒരു 2 എണ്ണം വെച്ച് നട്ടാൽ മതിയായിരിക്കും അല്ലേ? കാര്യം ഇത് വലുതാകുമ്പോഴത്തേക്ക് ഒരുപാട് ശിഖരങ്ങൾ പോലെയൊക്കെ വരണല്ലേ. പിന്നെ കുറെ ആയ വീണ്ടും ഇത് മാറ്റി നടേണ്ടി വരും. ഇനി ഇത്രയും കൂടി ഉണ്ട് ഗായ്സ്, ഇത്രയും ഉണ്ട്. ഒരു സെറ്റ് ഉണ്ട്, ഇത്രയും സെറ്റ് സാധനം ഉണ്ട്. പിന്നെ വലുത് നോക്കി നടാം നമുക്ക്. ഇനി കിളുക്കാണ്ടല്ലോ. ഓക്കെ. ചെറുത് ഇതിൽ നിന്ന് എടുക്കണ്ട. ചെറുത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ നിർത്താം. ബ്രോ എവിടെ? ചന്ദ്രു ബ്രോ എവിടെ പോയി? ഇതെല്ലാം അക്ഷരം അവരെ ഉള്ളതിലും പറയുമ്പോ മൊത്തം അക്ഷരം. എടാ ബ്രോ എവിടെ? താഴെ. ഓക്കെ, ഞാൻ പറഞ്ഞോണ്ടായിരിക്കും. അപ്പൊ ഇതിന് നമുക്ക് പറിച്ചു നടാം. ഓക്കെ. ഇതിന് ഞാൻ ഇച്ചിരി വലുതായ വിത്തൊക്കെ നോക്കിയാണ് എടുക്കുന്നത്.
ഒരെണ്ണം കൂടെ നടാം അല്ലേ മോനെ? ഈടാ ഇനി അതിന് അയ്യോ അല്ല ചെടി ഈടാ ചന്ദ്രുവേ 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 ഇപ്പൊ ആണ്ട ചന്ദ്രു കണ്ടോ? എന്തിനാ കാണിക്കുന്നത്? കുരുത്തം കെട്ടത്. ഇത് മതിയോ? മതി. ഇനി ബാക്കി കുറച്ച് ചട്ടിയും കൂടെ ബാക്കി ഇതില് ഇത്രയും വലുതായി നിന്നേന്റെ ഇടയ്ക്കൂന്ന് കിളുത്ത് വരുന്നതാ. അതുങ്ങൾക്കൊന്നും പൊങ്ങി വരാനെ കൊണ്ടുള്ള പ്രകാശം കിട്ടാഞ്ഞോണ്ട് അങ്ങനെ നിൽക്കുക. അപ്പൊ അതങ്ങെ കൂടി ഒന്ന് വലുതായി വരട്ടെ. നമുക്ക് അപ്പോഴത്തേക്കിനും വേറെ ചാക്കിലൊക്കെ മണ്ണൊക്കെ നിറച്ച് നടാം. എല്ലാം വെയിൽ കൊണ്ട് വാടി. അപ്പം നമ്മൾ ഇച്ചിരി വെള്ളമാക്കി ഒഴിച്ചു കൊടുക്കണേ. വൈകുന്നേരമായി, ഉച്ചയൊന്നും അല്ല. എന്നാലും വെയിലിനൊരു കുഴപ്പമില്ല. നോക്ക്, എല്ലാം വാടി നിൽക്കുക. അവരുടെ കൂട്ടുകാരിൽ നിന്ന് നമ്മൾ മാറ്റിയത് കൊണ്ടായിരിക്കും ഒരു വാട്ടം. ഓക്കെ, ഈ ഒരു ചാക്കും കൂടി മുകളിലെത്തിക്കണം. നമുക്ക് ഇതുകൂടെ എത്തിച്ച് നമുക്ക് മാക്സിമം മുളക് തൈ ഇതിലും കൂടി നടാട്ടോ. അപ്പോൾ നമ്മൾ താഴേന്ന് 2 ചാക്ക് കൊണ്ടുവന്ന് അതും ഇനി മുകളിലാക്കി കേട്ടോ. ഇനി അതിനകത്ത് നമുക്ക് നടാം. വലുത് നോക്കി പറയും. ഇതും കൂടെ ഞാൻ പറിച്ച്. ഇത് മാക്സിമം ഈ വേര് പൊട്ടാതെ എടുക്കണം കേട്ടോ. അല്ല കാര്യം ഇങ്ങനെ വേര് പൊട്ടാതെ എടുത്തു കഴിഞ്ഞാൽ അല്ല ഇത്രയും വേരുണ്ടായിരുന്നത്, ഇത്ര ലെങ്തി വേര് പൊട്ടാതെ എടുത്തോണം നമുക്ക് സെറ്റ് ചെയ്യാം. കളിച്ച കാര്യമൊന്നും അല്ല. ഓ, കർഷകശ്രീ അവാർഡല്ലേ. കണ്ട, ഇതാണ് പരിപാടി. ഇതിലുണ്ട് ആ വെള്ളം എടുത്താണ്. ഇത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നട്ട ഉടനെ കുറച്ച് വെള്ളം അതിൽ ഒഴിക്കണമെന്ന്. എന്നല്ല പെട്ടെന്ന് അളിഞ്ഞു പോകും. അളിഞ്ഞൊന്നും പോകില്ല, അളിഞ്ഞു പോകുന്ന അവർ പറഞ്ഞു. കുറച്ച് വെള്ളം സ്പോട്ടിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, ഒഴിച്ചു കൊടുക്കണം. എന്നാലേ സെറ്റാകുള്ളൂ. ഈ ഐറ്റമാണ് ഐറ്റം. ഇത് പറിച്ച് ഇതങ്ങോട്ട് പറിച്ചെടുത്തിട്ടുണ്ടല്ലോ. കുറച്ച് എന്താണ് നമ്മുടെ പഴങ്കഞ്ഞില്ലേ, പഴങ്കഞ്ഞി, തണുത്ത പഴങ്കഞ്ഞി കോരി വെച്ചിട്ട് ചക്കയ മരിച്ചിനെയൊക്കെ അതിനകത്തിട്ടിട്ട് മീൻകറി എടുത്തിട്ട് ഈ ഉണ്ട മുളകാണ്, ഒരു എരിവുള്ള ഉണ്ട മുളക്. ഈ ഉണ്ട മുളക് അങ്ങോട്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേക്കിനെ പട്ടയത്ത് സൗണ്ട് കണ്ണെറിക്കാൻ സൂക്ഷിക്കണം. കണ്ണെറിച്ചാ പക്ഷെ ആ സൗണ്ട് ഉണ്ടല്ലോ. എന്നിട്ട് ഉപ്പിലിട്ട മാങ്ങ ഉണ്ടെങ്കിൽ ആ മാങ്ങ എടുത്ത് വെച്ചിട്ട് അത് ഈ ഉണ്ട മുളക് അപ്പോഴും മണം വരും. എന്റെ ഫേവറേറ്റ് ഐറ്റം ആണ് അത്. അതാണ് ഇത്ര വലിയ കാര്യമായിട്ട് നടുന്നത്. ഈ സാധനം എന്തായി തീരുമെന്നൊന്നും നമുക്കറിയത്തില്ല. ഇത് നമ്മൾ കടയിൽ നിന്ന് കിട്ടിയ ഉണ്ടമുളക് ഉണ്ടല്ലോ, അതാണ് സംഭവം. അത് അളിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ അവിടെ ഈർക്കിലൊക്കെ കുത്തി അങ്ങനെ വെച്ച് ഉണക്കിയെടുത്ത് പാകിയ സംഭവമാണിത്. ഇത് കിളുത്ത് വരുമ്പോൾ എന്താവുമോ ഏതാവുമോ എന്തോ എല്ലാം നമുക്ക് കണ്ടറിയാം. ഈ സാധനം ശരിക്കും എനിക്ക് നല്ല വിലയുള്ള ഐറ്റമാണ്. ഒരു കിലോയ്ക്ക് നല്ല വില ഉണ്ട്. അതിൽ കൂടെ എടുക്കാല്ലേ.
വലുത് നോക്കിയേട്. കിളുത്ത് വരുമ്പോ കാന്താരിയാ പച്ചമുളകാ എന്താ? ഇല്ലില്ല, ഇത് നമ്മളെ ഉണ്ടമുളക്, ഞാൻ പറഞ്ഞ ഐറ്റം. അതെന്നെ കിളുത്ത് വരുമ്പോ നമുക്കറിയാം. അറിയാമൊന്നുമില്ല, അത് തന്നെ. ഇതിലൊന്നുകൂടെ നാട് ഓ, ഇവിടോട്ടെണ്ണം നാട്. ഓ, എന്നാലും ആ പഴങ്കഞ്ഞി കുടിക്കണ ആ പാരി ഞാൻ പറഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ മൈൻഡിൽ ഫുള്ള് പഴങ്കഞ്ഞി. ഇതിൻ്റെ ഓരോ വളർച്ചയും നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അല്ലേ? യാ, ഓരോ അപ്ഡേഷൻസിനായി വെയിറ്റ് ചെയ്യുക. വിളിക്കുന്ന ടോൾ ഫ്രീ നമ്പർ. അപ്പോൾ ദേ നമ്മുടെ ലാസ്റ്റ്. നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചോണം എല്ലാം അളഞ്ഞു പോയി. ഇല്ലില്ലില്ലില്ല, അളഞ്ഞു പോയാലും നമ്മൾ അളഞ്ഞു പോയാലും കരിഞ്ഞു പോയാലും അത് നമ്മൾ വീഡിയോ പകർത്തുന്നതായിരിക്കും. മതി. ഓക്കെ, കുറച്ചെന്നെ തക്കാളി കൂടെ ഒഴിച്ചോട്. തക്കാളിക്ക് ഞാൻ നല്ല അടിപൊളി ആ, പെരമണ്ട കിടന്ന പായൽ മൊത്തം ചിരണ്ടി എൻ്റെ ചുവട്ടിലിട്ടിട്ടുണ്ട്. അത് വിറ്റാമിൻ ഡി ആണ്. ഓഹോ, വിറ്റാമിൻ ഊ ഉണ്ട്. അത് ഞാൻ വെയിലത്താണ് നട്ടത്, അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ കുനിഞ്ഞു കിടക്കുക. അത് നല്ലതായിട്ട് നിൽക്കണില്ലേ? ഇതെന്തുവായിരുന്നു? തക്കാളി നോക്കാനുള്ള ചെളിപ്പായലെല്ലാം കൂടെ വടിച്ചെടുത്ത് അതിനകത്തിട്ട്. ഇത് ഞാൻ നട്ടേക്കുന്ന ഒരു സ്റ്റൂളിലാണ്, ചീത്തയായ സ്റ്റൂൾ. അടിയിൽ ഹോളുണ്ട്, വെള്ളം പോകാനൊക്കെ ഉണ്ട്, ഹോളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ എന്താ? അവിടെ എന്തുവാ? ഇവിടെ മറ്റേ ഈ നിൽക്കുന്ന പൂവില്ലേ? ഓഹോ, അതിൻ്റെ കുറച്ച് ഇട്ട് ചെറുതെങ്കിലും ഞാൻ ഒരു 4-5 ദിവസമാവും അതിങ്ങനെ പറിച്ച് വെറുതെ ഇവിടെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പം ഇന്നിപ്പോൾ നോക്കുമ്പം 1 2 3 4 5 6 7 ഇങ്ങനെ പൊടിച്ചിരിക്കുന്നു. അപ്പോൾ അതിനും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബാക്കിയും കൂടെ ഒഴിച്ചു കേട്. ഓ, ഇച്ചിരി പനിക്കൂർക്ക ഇപ്പം ഫുൾ 2 തണ്ടങ്ങാണ്ട് കൊണ്ട് നട്ടത്. ഇപ്പം ഇവിടെ മൊത്തം അത് തന്നെ പനിക്കൂർക്ക. അപ്പം ഗായ്സ്, നമ്മുടെ തൈ പറിച്ച് നടിയിലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. മുളക് തൈ. മുളക് തൈ അത് അവിടെ ഉണ്ട്, എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, എല്ലാം ഇവിടെ ഉണ്ട്. ഇനി ഈ 2 ബാക്കി വന്ന് താഴെ കൊണ്ടുപോകണം. ഇനി താഴെ കൊണ്ട് നടണം. അപ്പം ഇത് വളർന്നു വന്ന കായായി നമുക്ക് പറിച്ച് ചന്തയിലൊക്കെ കൊണ്ടുപോയി പൈസയൊക്കെ വാങ്ങിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമോ എന്തോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.